ബംഗളൂരുവിൽ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന് ബൈക്ക് യാത്രികരായ കുടുംബത്തെ കാറിടിച്ചു കൊല്ലാൻ ശ്രമം. സദാശിവനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബെൽ റോഡിലാണ് സംഭവമുണ്ടായത്. മനഃപൂർവ്വം നോണം വലതുവശത്തു കൂടി പോയ ബൈക്കിനെ കാർ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോവുകയും ചെയ്തു. പ്രതി കൊടിഹഹള്ളി സ്വദേശി സുഹൃത് കേശവഗൌഡ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 26-നാണ് സംഭവം നടക്കുന്നത്. അതിക്രൂരമെന്ന് മാത്രമേ ഈ ദൃശ്യങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കാനാവൂ. ബംഗളൂരു നഗരത്തിലെ സദാശിവനഗറിലുള്ള ബെൽ റോഡിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ. ബൈക്കിൽ പോവുകയായിരുന്നു 3 അംഗ സംഘം, അതായത് ഭാര്യ, ഭർത്താവ്, കുട്ടി, ഈ കുടുംബം. പിന്നിൽ നിന്ന് അമിത വേഗതയിലെത്തിയ കാറ് ഇവരെ മനഃപൂർവ്വം എന്നോണം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഏതായാലും ഇതിന് തൊട്ടു മുൻപായി ഈ ബൈക്കും കാറും തമ്മിൽ സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലി ചെറിയ തർക്കമുണ്ടായതായാണ് പറയപ്പെടുന്നത്. അതായത് ബൈക്ക് വലതുവശം ചേർന്ന് പോവുകയായിരുന്നു. ഇതിനെ ചൊല്ലി കാർ ഡ്രൈവർ പലതവണ ഹോൺ അടിച്ചെങ്കിലും ബൈക്ക് മാറ്റി നൽകിയില്ല എന്നാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. ഇതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് ഇയാൾ ഇവരുടെ ദേഹത്തേക്ക് കാർ ഓടിച്ച് കയറ്റുന്നത്. പക്ഷേ ഇതിനുശേഷം ഇവർ റോഡിൽ വീഴുന്നത് കണ്ടിട്ടും നിർത്താനോ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനോ തയ്യാറായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പോലീസ് ഇതിനുശേഷം ഈ കുടുംബത്തിന്റെ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ഈ പ്രതിയെയും കാറിനെയും കണ്ടെത്തുകയായിരുന്നു. കൊടികേഹള്ളി സ്വദേശി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള സുഹൃത് കേശവ് ഗൌഡ എന്ന് പറയുന്ന 23-കാരനാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് ഉൾപ്പെടെയുള്ള കേസെടുത്ത് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്.